അതിനു മുൻപായിട്ട് കുർബാനയെക്കുറിച്ച് ധാരാളം പറയാനുള്ളതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞ് അതിപ്പോൾ ഒരുവിധം നല്ലൊരു അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ പ്രധാന മറ്റൊരു ഘടകം, ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ അർപ്പിക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മൾ ഈ പീഠാനുഭവം, സഹനം, അതൊക്കെ ഞാനും പ്രസംഗിക്കാനും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഈ സഹനം വരുമ്പോൾ അത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും സഹനമുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കിടന്ന് വിഷമിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയും, ഓ സഹനത്തെക്കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നന്നായിരുന്നല്ലോ. സഹനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ചിലവർക്കൊക്കെ ഒരുപാട് സഹിക്കാൻ വരവുള്ളവരൊക്കെയാണ്, എല്ലാവർക്കും അങ്ങനെയല്ല. എന്നിരുന്നാലും അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എന്താ പറയുക, പ്രധാന ഭാഗമാണ്, ഉറവിടമാണ്, ആരംഭമാണ്, അതിൻ്റെ കാതലാണ്. കാതൽ കോർ. ഈശോ പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടില്ലേ. ശിഷ്യനായിട്ടില്ല, മാമോദീസ സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ഈശോ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈശോയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അവർഷൻ, അത്ര നല്ലൊരു കാര്യമല്ലല്ലോ എന്നാണ് തോന്നണത് സാധാരണ. അത് ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നതുകൊണ്ടാണ്. തന്നെ പരിത്യജിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ്, അതൊരു ആസ്വാദ്യകരമല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം മനസ്സിലാകുമ്പോൾ അത് വളരെ ആസ്വാദ്യകരമാണ്. നമ്മുടെ ഹിതങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും പരിത്യജിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് ഒന്നാകുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ഹിതം നമ്മളെക്കുറിച്ചുള്ളത് ഒന്ന്, നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഹിതം വേറൊന്ന്. ഇതിലേതാണ് കൂടുതൽ നല്ലതാകാൻ സാധ്യത? ദൈവത്തിൻ്റെ ഹിതമല്ലേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ പദ്ധതി ചെയ്തിട്ടുള്ള ആ ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ നമ്മുടെ ഹിതത്തിനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നിലമിനിയാന്നൊക്കെ പറയാൻ വിചാരിച്ചത് പറയാൻ പറ്റില്ല, അതിപ്പോൾ പറയാം. പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിലെ യോഹന്നാനാണ് വലിയ പണ്ഡിതൻ, ഇരുണ്ട രാത്രിയൊക്കെ എഴുതിയ കർമ്മലിത്തക്കാരുടെ പിതാവ്. കുരിശിലെ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ് പറയുന്നത് ഇതാണ്: ഒരമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, റെഗുലറായിട്ടുള്ള ഭക്ഷണം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല എരിവുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കി, അപ്പന് ഇഷ്ടാവും, എല്ലാവർക്കും ഇഷ്ടാവും. അങ്ങനെ ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു, ഇതെൻ്റെ കൊച്ചു മോൾക്ക് ഈ ഭക്ഷണം കഴിച്ചാൽ ശരിയാവില്ലല്ലോ, അവൾക്ക് വേണ്ടി വേറെ നല്ല ഒരു മീൻകറി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി, അധികം എരിവൊന്നുമില്ലാണ്ട് അവൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി. എന്തെല്ലാം ചെയ്യേണ്ടി വന്നു അതിനുവേണ്ടി ഷോപ്പിംഗ് ചെയ്തു, മാർക്കറ്റിംഗ് ചെയ്തു, അതിനുവേണ്ടി
പ്രത്യേകം പാത്രത്തിൽ പ്രത്യേകം രണ്ടാമത് കുക്കിംഗ് മുഴുവനും ചെയ്തു ഇല്ലേ? മുഴുവൻ കുക്കിംഗ് രണ്ടാമത് ചെയ്യേണ്ടി വന്നു. വളരെ സന്തോഷമായി. ഓ, എൻ്റെ മോൾക്ക് വേണ്ടി മാത്രം ഇതുണ്ടാക്കി, അവൾക്ക് ഇത് കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും, അവൾക്ക് സന്തോഷമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് ഇത് കണ്ട വഴി അവൾ പറയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് മമ്മിയും പപ്പയും കഴിക്കണമെന്ന് മതി. സ്വയമോളെ, അത് നീ കഴിച്ചാൽ ശരിയാവില്ല, അത് ഭയങ്കര എരിവുള്ളതാണ്, എനിക്കത് മതി എന്ന് പറഞ്ഞു. ഇപ്പം എന്ത് ചെയ്യും? വീണ്ടും പറഞ്ഞു. അപ്പോഴേക്കും അപ്പനും എത്തി. അപ്പനും അമ്മയും ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു, മോളെ ഇത് നിനക്ക് കഴിച്ചാൽ കൊള്ളില്ല, ഇത് വേണ്ട. ഇങ്ങനെ 9 പ്രാവശ്യം കരയുന്നതിനെയാണ് നൊവേന എന്ന് പറയണേ. അത് ജോൺ ഓഫ് ദ ക്രോസ് പറഞ്ഞല്ല കേട്ടോ, അത് എൻ്റെ ഒരു അഡീഷനാണ്. ഇങ്ങനെ കുറേ കരഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, അത് ചോദിക്കുന്നത് കൊടുക്ക്, കാര്യം അവസാനിക്കട്ടെ, അത് ചോദിക്കുന്നത് കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാണ്ടാവും. അങ്ങനെ അത് ചോദിക്കണത് കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു? ഈ അമ്മ ഈ കുഞ്ഞിന് വേണ്ടി മാത്രം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ ഭക്ഷണം അവിടെ ഇരിക്കുക, അത് വേറെ ആരും കഴിക്കുന്നുമില്ല. സ്നേഹമുള്ളവരെ, ഇതാണ് നമ്മുടെ പ്രാർത്ഥനകളുടെ ഒരവസ്ഥ. നമ്മുടെ പ്രാർത്ഥനകളുടെ നമ്മൾ നമ്മുടെ ഹിതം മാത്രം അനുസരിച്ച് നമ്മുടെ അജ്ഞതയിൽ നിന്നും മാനുഷികമായ ബോധ്യങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന പലതിനെയും കടിച്ച് പിടിച്ച് അത് വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഇത്ര കൊന്ത ചെല്ലണം, അതിനുവേണ്ടി ഇത്ര സ്വർഗത്തിനായുധാവ് ചെല്ലണം, അതിനുവേണ്ടി ഇത്ര പ്രാവശ്യം പള്ളിയിൽ പോകുന്നു. അപ്പോൾ കർത്താവ് തരികയാണ്. പക്ഷേ കർത്താവിൻ്റെ ഹിതത്തിൽ നമുക്ക് വേണ്ടി കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സ് നിരൂപിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് വലിയ കാര്യങ്ങൾ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതവിടെ തന്നെ ഇരിക്കുകയാണ്, ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും വേണ്ടിയുള്ളതും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാൻ കുരിശിനെക്കുറിച്ച് പറയാൻ വന്നിട്ട് ഇപ്പോൾ അത് പോയ പോക്കുണ്ട്, വേറെ ഡയറക്ഷനിലേക്ക് പോയി. പക്ഷേ കുരിശ് വിട്ടിട്ടില്ല. ഈ കുരിശ് അല്ലെങ്കിൽ നമ്മുടെ ഹിതം ത്യജിച്ചാൽ മാത്രമേ ഈ ദൈവഹിതം നമ്മളിലേക്ക് വരുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളുടെ മറ്റൊരു കാരണം ഇതാണ്, ദൈവഹിതം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്ന പോലുമില്ല. യോനായുടെ അടയാളം, യോന ഇത്ര വലിയ പ്രവാചകനായിരുന്നിട്ടും ദൈവസ്വരം കേൾക്കുന്നുണ്ട്, എന്നിട്ടും ദൈവം പറയണത് ചെയ്യാൻ ധൈര്യം വരുന്നില്ല. കാരണം നിലവിലെ ആൾക്കാരും മഹാത്തല്ലിപ്പൊളി ആൾക്കാരാണ്. ഞാൻ അവരോടൊക്കെ പോയി വചനം പറയണം. ഞാൻ താർശീഷിലെ എൻ്റെ നല്ല ആൾക്കാരോട് പോയി പറയുള്ളൂ. ഞാൻ പറഞ്ഞോളാം, ഞാൻ സുവിശേഷ വേല ചെയ്തോളാം, ഞാൻ താർശീഷിൽ പോയി ചെയ്യാം എന്നും പറഞ്ഞ് ആൾ പോയി താർശീഷിലേക്കുള്ള കപ്പലിൽ കയറിയിരുന്നു. കണ്ടോ, ഇതാരുടെ ഹിതമാണ്? സ്വന്തം ഹിതം, ദൈവത്തിൻ്റെ ഹിതമല്ല. ഇത്രയും കരുണാനിധിയായ കർത്താവ് എവിടെയായി ഇപ്പോൾ കരുണ? കരുണ ആരോടാണ്? യോനായോട് കരുണ കാണിക്കണോ? അതേ നിനവേയിലെ ലക്ഷക്കണക്കിന് ആളുകളോട് കരുണ കാണിക്കണോ? നിനവേക്കാർക്ക് വേണ്ടിയാണ് യോനായെ ഒരുക്കി പ്രവാചകനാക്കി അയക്കണ സമയമായപ്പോൾ യോന പറയാണ്, ഞാൻ പോവില്ല, ഞാൻ താർശീഷിലേക്ക് പോകുള്ളൂ.
എന്ത് ചെയ്തു ദൈവം? സുവിശേഷത്തിൽ അല്ലെങ്കിൽ വചനം പറയാണ്, ദൈവം ഒരു കൊടുങ്കാറ്റയച്ചു. എന്തിനാണ്? ഈ യോനായെ പുകച്ച് പുറത്ത് ചാടിക്കാൻ. കടൽ ഇളകി, ഭയങ്കര തിരമാലകൾ, കപ്പൽ ഇളകി. ഇതാ കപ്പലിലെ ചരക്കെല്ലാം വലിച്ചെറിഞ്ഞു. നമുക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. അവസാനം യോന പറഞ്ഞു, എന്നെ കടലിലേക്ക് വലിച്ചെറിയുവിൻ, അപ്പോൾ എല്ലാം ശാന്തമാകും. അങ്ങനെ എല്ലാം ശാന്തമായി. യോന ദൈവഹിതത്തിൽ ചെന്നെത്തി. നമ്മുടെ ജീവിതത്തിലെ കപ്പലപകടം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം പോലെ ഭയാനകമായ പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ദൈവഹിതം അറിയാതെ സ്വന്തം ഹിതത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ഹിതമല്ല, ദൈവഹിതത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മളെ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും കുരിശിനെ, ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ ഒരംശം സ്വീകരിക്കാൻ തയ്യാറാകുക. അതാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും. അതാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ കൂടുതലായിട്ട് സമർപ്പിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലുള്ള നിരവധിയായ ദുഃഖ ദുരിതങ്ങളെ, തിരസ്കരണങ്ങളെ, വഞ്ചനകളെ, കൊടും വഞ്ചനകളെ പോലും ഈശോ അനുഭവിച്ച വഞ്ചനാത്മകമായ സഹനത്തോട് ചേർത്തുകൊണ്ട്, ഈശോയെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനത് സ്വീകരിക്കുന്നു. ആ ബോധ്യത്തിൽ നമ്മളിന്ന് ബലിയർപ്പിക്കുക. വേഗം നമുക്കെല്ലാവർക്കും ബലിയർപ്പണത്തിലേക്ക് പോകാം.